തീർച്ചയായും ലോകാവസാനം സംഭവിക്കുന്നതിന് മുമ്പായി സത്യവിശ്വാസികളാകുന്ന ആളുകൾക്ക് നല്ല ഒരു ശുദ്ധമായ കാറ്റ് അള്ളാഹു പറഞ്ഞേക്കും. ആ കാറ്റ് വന്ന് അവരെ തലോടുന്നതോടുകൂടി അവരെല്ലാവരും മരണത്തിലേക്ക് വഴുതി വീഴുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞാൽ അവസാന കാലഘട്ടത്തിലേക്ക് എത്തിയതിനു ശേഷം സാലിഹീങ്ങളാകുന്ന സജ്ജനങ്ങളായ ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് നിന്ന് വിട പറയിക്കുകയാണ്. അതിനുശേഷം പിന്നീടുള്ളതാകുന്ന ഏറ്റവും മോശപ്പെട്ടതാകുന്ന ജനവിഭാഗം അവരുടെ മേലാണ് ഈ ലോകം അവസാനിക്കുക എന്ന് നബി മുഹമ്മദ് മുസ്തഫ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ് ലാ തഖൂമുസ്സാഅ ഇല്ലാ അലാ ശിറാരിൽ ഖൽഖ്. സൃഷ്ടികളിൽ നിന്ന് ഏറ്റവും മോശപ്പെട്ട ജനങ്ങളുടെ മേലല്ലാതെ ലോകം അവസാനിക്കുകയില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തുള്ളതാകുന്ന സർവ്വ സൃഷ്ടിജാലങ്ങളെയും സാലിഹീങ്ങളായ ആളുകളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല ഒരു ശുദ്ധമായ കാറ്റിലൂടെ മരിപ്പിക്കുകയാണ്, മരണത്തിലേക്ക് വഴുതി വീഴുകയാണ്. قال رسول الله صلى الله عليه وسلم لا تقوم الساعة إلا على شرار الخلق. സൃഷ്ടികൾ വെച്ച് ഏറ്റവും മോശപ്പെട്ടതാകുന്ന ജനങ്ങളുടെ മേലല്ലാതെ ഈ ലോകം അവസാനിക്കുകയില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. അപ്പൊ ഏറ്റവും മോശപ്പെട്ടതാകുന്ന ആളുകളായിരിക്കും അവസാന കാലഘട്ടത്തിൽ ഉണ്ടാവുക. അവർക്ക് മേലാണ് ഈ ലോകം അവസാനിക്കുക. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസ് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ തഖൂമുസ്സാഅ അലാ അഹദിൻ യഖൂലു അല്ലാഹ് എന്ന് ഈ ലോകത്ത് ഒരാൾ ഉച്ചരിച്ചുകൊണ്ട് നിലകൊള്ളവേ ഈ ലോകം അവസാനിക്കുകയില്ല സ്വഹാബ. അഥവാ അല്ലാഹ് പറയുന്നതായ ഒരവസ്ഥ ഈ ലോകത്ത് എന്ന് ഇല്ലാതെ കടന്നു വരുമോ അന്ന് ലോകത്തിന്റെ അവസാനമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹ് പറയാൻ ഒരൊറ്റ ഒരുത്തന് ഈ ലോകത്തുണ്ടാവൂല. അന്ന് ഈ ലോകത്തിന്റെ അവസാനമാണ് നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ടല്ലേ മഹാന്മാരാകുന്ന മഹത്തുക്കൾ നമുക്ക് പഠിപ്പിച്ചു തന്നതായ അദ്കാറുകൾ ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ. ഈ ലോകത്തെ ഏറ്റവും അത്യുത്കൃഷ്ടമായ നാമമല്ലയോ അല്ലാഹു? വളരെ ശ്രേഷ്ഠമായ നാമമാണ്. ഏത് ആപൽ ഘട്ടങ്ങളിലും ഏത് വിപത്തുണ്ടാകുമ്പോഴും ഏത് പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോഴും ഏത് വിഷമഘട്ടത്തിലും നിനക്ക് വിളിക്കാവുന്ന നാമമാണ് അല്ലാഹുവിന്റെ അതിശ്രേഷ്ഠമാക്കപ്പെട്ടതായ നാമങ്ങൾ അത് ഉച്ചരിച്ചുകൊണ്ട് നീ നിലകൊണ്ടാൽ തന്നെ നിനക്ക് രക്ഷയാണ്, രക്ഷയാണ്. ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാമിന്റെ സവിധത്തിലേക്ക് ഒരു വിഭാഗം ആളുകൾ വന്നിട്ട് പറയുകയാണ്, ഈസാ നബിയേ, ഈസാ നബിയേ, ഞങ്ങൾ വല്ലാതെ പ്രയാസത്തിലാണ്. ഈസാ നബി അലൈഹിസ്സലാം ചോദിച്ചു, എന്താണ് നിങ്ങൾക്ക് പ്രശ്നം? ബഹുമാനപ്പെട്ടവരോട് പറയുകയാണ്, ഞങ്ങൾക്ക് മാരകമാകുന്ന രോഗങ്ങൾ ബാധിച്ചിരിക്കുകയാണ്. കുഷ്ഠരോഗം ബാധിച്ചവരുണ്ട്, വെള്ളപ്പാണ്ട് ബാധിച്ചവരുണ്ട്. ഒന്ന് ദുആ ചെയ്തു തരണേ ഈസാ നബിയേ. ഈസാ നബി അലൈഹിസ്സലാം ഇസ്രായേലി ജനതയാകുന്ന തന്റെ സമൂഹത്തോട് പറഞ്ഞു അത്രേ,
അല്ലയോ ജനങ്ങളെ ജനങ്ങളെ, ആ കാണുന്നതായ രണ്ട് പർവ്വതങ്ങൾക്കിടയിലേക്ക് നിങ്ങൾ ചെന്ന് നിലകൊള്ളണേ നിലകൊള്ളണേ. അവിടെ അല്പസമയത്തിനുള്ളിൽ ഞാൻ കടന്നു വരാം. ബഹുമാനപ്പെട്ട ഇമാം ഫഖറുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു തഫ്സീറുൽ കബീർ രേഖപ്പെടുത്തുകയാണ്. 70,000-ഓളം ആളുകൾ വന്നുകൊണ്ട് തമ്പടിക്കുകയാണ്. എല്ലാവരും എത്തിച്ചേരുകയാണ്. ബഹുമാനപ്പെട്ടതാകുന്ന ഈസാ നബി അലൈഹിസ്സലാം അവരിലേക്ക് ചെന്നുകൊണ്ട് രണ്ട് കൈകളും ആകാശത്തിന്റെ അധിപനായ പടച്ച റബ്ബിലേക്ക് ഉയർത്തിക്കൊണ്ട് ദുആ ചെയ്യുകയാണ്. യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം, ലാ മർളാ ലാ മർളാ. എന്നും ജീവിച്ചിരിക്കുന്നവനും നിലകൊള്ളുന്നവനുമായ അല്ലാഹുവേ, ഈ സമൂഹത്തിന് രോഗം വേണ്ട അല്ലാ, നീ ശിഫ കൊടുക്കണേ അല്ലാ. ഈസാ നബി അലൈഹിസ്സലാം 3 പ്രാവശ്യം ഈ വചനം ഉച്ചരിച്ചതേയുള്ളൂ. 70,000-ഓളം വരുന്ന ആളുകൾക്ക് പരിപൂർണമായ രോഗശമനമുണ്ടായി എന്ന് ബഹുമാനപ്പെട്ട ഇമാം ഫഖറുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു തഫ്സീറുൽ കബീർ രേഖപ്പെടുത്തുകയാണ്. എന്തുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാ, അല്ലാഹുവിന്റെ നാമം ഉച്ചരിച്ചിട്ടാണ് ബഹുമാനപ്പെട്ടതാകുന്ന ഈസാ നബി ദുആ ചെയ്തത്. യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം. ആ പവിത്രമാക്കപ്പെട്ട നാമം ഇസ്മുൽ അഅ്ലമിൽ പെട്ടതായ നാമമാണെന്ന് റഈസുൽ മുഫസ്സിരീനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ അത് വെച്ചുകൊണ്ട് ചോദിച്ചാൽ ഇജാബത്താണ്. അല്ലാഹുവിന്റെ നാമമാണ്. ഫലില്ലാഹിൽ അസ്മാഉൽ ഹുസ്നാ ഫദ്ഉഹു ബിഹാ. പ്രിയപ്പെട്ടതാകുന്ന മുസ്ലിമേ, കരുവമ്പയിൽ ഒരുമിച്ച് ഓടിയിട്ടുള്ള സഹോദരി, അല്ലാഹുവിന്റെ അതിശ്രേഷ്ഠമാക്കപ്പെട്ടതായ നാമങ്ങൾ 99 മഹത്തായ നാമങ്ങൾ ഹിഫ്ള് ചെയ്യണേ, മനപ്പാഠമാക്കണേ. അതൊന്ന് വിളിച്ചുകൊണ്ട് റബ്ബിനോടൊന്ന് ദുആ ചെയ്യണേ. ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠമായ നാമമാണ് അല്ലാഹുവിന്റെ സിഫാത്തുകൾ, അല്ലാഹുവിന്റെ അസ്മാകൾ. അത് ചേർത്ത് വെച്ചുകൊണ്ട് നീ ദുആ ചെയ്താൽ ഇജാബത്താണ്. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. സമസ്തയുടെ സമുന്നതരായ ആലിമീങ്ങൾ, മരണപ്പെട്ടു പോയതാകുന്ന പണ്ഡിതന്മാർ, ബഹുന്തരാകുന്ന ആനക്കര കോയക്കുട്ടി ഉസ്താദ്, അല്ലാഹുവിന്റെ ദറജ ഉയർത്തുമാറാവട്ടെ. മർഹൂം ബഹുന്തരാകുന്ന ചെറുശ്ശേരി ഉസ്താദ്, അല്ലാഹുവിന്റെ ദറജ ഉയർത്തുമാറാവട്ടെ. അവരൊക്കെ ഈ നാമങ്ങൾ ചേർത്തിട്ടായിരുന്നു ദുആ ചെയ്യാറുള്ളത്. യാ ഹയ്യു യാ ഖയ്യൂം ഭയങ്കര ശ്രേഷ്ഠമാണ്. അസ്മാഉൽ ഹുസ്ന ചൊല്ലിയിട്ട് ദുആ ചെയ്യും, ഭയങ്കര ബലമാണ്, ദുആഇന് ഇജാബത്താണ്. ചില സഹോദരിമാര് പറയാറുണ്ട്, ഉസ്താദേ ഞാൻ എന്ത് ചോദിച്ചിട്ടും ഉത്തരം കിട്ടുന്നില്ല. ഞാൻ ഇന്ന മജ്ലിസിൽ ഇരിക്കുന്നുണ്ട്, ഖുർആൻ ഓതുന്നുണ്ട്, ദിക്ർ ചൊല്ലുന്നുണ്ട്, സലാത്ത് ചൊല്ലുന്നുണ്ട്, മുടങ്ങാതെ ഞാൻ ഖുർആൻ ഖത്മ് തീർക്കുന്നുണ്ട്, എന്നിട്ട് പോലും എന്റെ ദുആഇന് ഉത്തരം ലഭിക്കുന്നില്ല. പരാതിയാണ്, ഒരുപാട് ആളുകൾക്ക് പരാതിയാണ്, പ്രത്യേകിച്ച് സഹോദരിമാർ. അസ്മാഉൽ ഹുസ്ന ഓതിയിട്ട് ദുആ ചെയ്യാൻ ഇജാബത്ത് ഉറപ്പാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എന്തുകൊണ്ട്? അല്ലാഹുവിന്റെ സിഫാത്തുകളാണ്, അല്ലാഹുവിന്റെ നാമങ്ങളാണ്. അതിൽ തന്നെ ഏറ്റവും ഉത്തമമായ നാമമാണ് അല്ലാഹ്. മനസ്സിലാക്കണം, ഏറ്റവും ശ്രേഷ്ഠമായ നാമം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, അല്ലാഹ് എന്ന് പറയുന്ന നാമം ഈ ലോകത്ത് നിന്ന് ഉച്ചരിക്കാത്ത സമയം വരുമ്പോ ലോകാവസാനമെത്തിയെന്ന് നബിയുനാ റസൂലുള്ളാഹി. എന്തിനാണ്? കരുവമ്പയിലുള്ള പാവപ്പെട്ടതാകുന്ന സഹോദരങ്ങളും സഹോദരിമാരും ഈ നാട്ടിലെ നല്ലവരായ സാലിഹീങ്ങളും ഇവിടെ ഒരു പള്ളി ഉണ്ടാകണമെന്ന് ആശിക്കുന്നത്, ഇവിടെ മനോഹരമായ ജുമുഅകളും ജമാഅത്തും നടക്കണമെന്ന്
ചിന്തിക്കുന്നത്? എന്തിനാണ് ഹിഫ്ളുൽ ഖുർആനിന് അവർ താല്പര്യം വെക്കുന്നത്? അല്ലാഹ് എന്ന നാമം ഈ ലോകത്ത് എന്നെന്നും ഉണ്ടാവണേ. അതില്ലാതെ വരുന്ന ഘട്ടം ഈ ലോകത്തിന്റെ അവസാനമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. ലാ തഖൂമു സ്സാഅ അലാ അഹദിൻ യഖൂലു അല്ലാഹ് അല്ലാഹ്. ഉമ്മമാരെ, ഉപ്പമാരെ, സഹോദരങ്ങളെ, ചെറുപ്പക്കാരെ, നിന്റെ നാവിന്റെ തുമ്പിൽ അല്ലാഹ് എന്ന നാമമുണ്ട് എങ്കിൽ ഈ ലോകം ഒരിക്കലും അവസാനിക്കുകയില്ല. അവസാന കാലഘട്ടത്തിലേക്ക് കടന്നു വരുന്നു. ഖുർആൻ ഓതാത്ത ആളുകളായി മാറുകയാണ്, നമസ്കാരമില്ലാത്ത ആളുകളായി മാറുകയാണ്, ബാങ്കികളെ വിമർശിക്കുന്നതായ ആളുകൾ കടന്നു വരുകയാണ്. ഒരു കുട്ടി ജനിച്ചാൽ പോലും കാതിൽ ബാങ്ക് കൊടുക്കണ്ട എന്ന് പറയുന്ന ബാലിശമായ വാദം ഉന്നയിക്കുന്നവരായ ആളുകൾ ഈ ലോകത്ത് കടന്നു വരുകയാണ്. മോശപ്പെട്ടതാകുന്ന ചിന്താഗതിയുടെ വക്താവാണ്. എന്നാൽ പണ്ട് കാലം മുതൽ സാലിഹീങ്ങളാകുന്ന മഹത്തുക്കൾ നമുക്ക് പഠിപ്പിച്ച ആശയം അല്ലാഹ് എന്ന ദിക്ർ നിന്റെ ജീവിതത്തിൽ എപ്പോഴും കൊണ്ടുവരണേ. അതുകൊണ്ടല്ലേ മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ അദ്കാറുകൾ നമ്മൾ കാണുന്നില്ലയോ? അല്ലാഹു അല്ലാഹു ശ്രേഷ്ഠമാക്കപ്പെട്ട മുഹയ്യിദ്ദീൻ റാത്തീബുകളും റിഫായി റാത്തീബുകളും ഒക്കെ ഓതുന്ന മുസ്ലിമല്ലേ? അതിലുള്ള ദിക്റുകൾ ശ്രദ്ധേയമല്ലേ? അല്ലാഹു ഹാദിരി, അല്ലാഹു നാദിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മഈ. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും വേണ്ടതാണ്. അല്ലേ? റാത്തീബിന്റെ അവസാനം ശ്രദ്ധിച്ചിട്ടില്ല എല്ലാവരും വളരെ വബ്യതോടുകൂടി എഴുന്നേറ്റിട്ട് എന്ത് ചെയ്യും? അല്ലാഹു അല്ലാഹു അല്ലാഹ് ചെല്ലാറുണ്ടോ? അതും കഴിഞ്ഞ മൂന്നാമത്തോട്ടം വിളിക്കുമ്പോൾ ഞങ്ങൾ വരാറ് നല്ല ചീരണി കുഴിമന്തി അടിക്കുക. ലാസ്റ്റ് കയറി പറഞ്ഞ പോലെ ടീമുണ്ട്. അതാണ് പറഞ്ഞ ലോകാവസാനത്തിന്റെ ടീമുകളിൽ പെട്ടാണ്. അല്ലാഹു അല്ലാന്ന് വിളിക്കാൻ പോലും അവനില്ല. അതിന്റെ മൂന്നാമത്തെ സെക്ഷൻ ആകുമ്പോൾ പതുക്കെ ഇരുട്ടത്ത് വന്ന് അകത്തോട്ട് കയറിയിരിക്കുന്നതാണ്. ഇരിക്കുമ്പോ നേരത്തെ ഉള്ളതുപോലെ പുതിയ കഴിക്കാൻ വേണ്ടി അങ്ങനെ ആവാൻ പാടില്ല. അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കും. ഇന്ന് നമ്മൾ പലരും അങ്ങനെ ആയി പോയി. അല്ലാഹു നമ്മളെ കാക്കട്ടെ. 50 രൂപയുടെ ഒരു ബിരിയാണി ഉണ്ടെങ്കിൽ മജ്‌ലിസ് ഫ്രണ്ടിലുണ്ട്, ഒന്നുമില്ലേ? അല്ലാഹ് അതെല്ലാം പുറകെ പോയി. അങ്ങനത്തെ അവസ്ഥയായി. അങ്ങനെ ആവാൻ പാടില്ല. നമ്മൾ ഇതിനോടൊരു ലദ്ദത്ത് വരണം, ഒരു സന്തോഷവും താല്പര്യവും വരണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ലാ യസാലു ലിസാനുക റത്ബൻ ബിദിക്രില്ലാഹ്. നിന്റെ നാവ് അല്ലാഹുവിന്റെ സ്മരണയിലായി, ദിക്റിലായി, ഖുർആൻ ഓതലിലായി നിലകൊള്ളണേ എന്ന് നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഈ ലോകത്ത് 3 വിഭാഗം ആളുകളാണുള്ളത്. ബഹുമാനപ്പെട്ട ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുകയാണ്. ഒന്ന്, മരണത്തിൽ നിന്ന് പരിപൂർണമായി ഒളിച്ചോടുന്നവൻ. മരണത്തിൽ നിന്ന് പരിപൂർണമായി ഒളിച്ചോടുന്നതായ ആളുകൾ. അല്ലാഹു കൂട്ടത്തിൽ നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. രണ്ടാമത്തെ കൂട്ടർ മരണമുണ്ട് എന്ന് ഉറപ്പുണ്ട്, മരിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷെ അതിനുവേണ്ടി ഒരുങ്ങി തയ്യാറാകുന്നൊന്നുമില്ല. ആ ഉറപ്പിന്മേൽ ഇങ്ങനെ പതുക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നതായ ചില ആളുകൾ. പിന്നെ തൗബ ചെയ്യാം, കുറച്ചും കൂടി കഴിയട്ടെ എന്ന് പറഞ്ഞ് നിലകൊള്ളുന്നു. മൂന്നാമത്തെ വിഭാഗം ഇതിനെ പരിപൂർണമായി നിഷേധിക്കുന്ന ആളുകൾ. അല്ലാഹു കൂട്ടത്തിൽ നിന്നും നമ്മെ കാത്തു സംരക്ഷിക്കുമാറാവട്ടെ. പരിപൂർണമായി പാടേ നിരാകരിക്കുന്നവർ, മരിച്ചതിന് ശേഷമുള്ള ജീവിതമൊന്നും ഇല്ല എന്ന് അവിശ്വാസികളായ ആളുകൾ പറയുന്നവരുടെ കൂട്ടത്തിൽ നിലകൊള്ളുന്നവർ ഇന്ന് മുസ്ലിം സമുദായത്തിൽ ധാരാളമുണ്ട്.
ഖബറിനെ കുറിച്ചും മഹ്ശറയെ കുറിച്ചും അവിടെയുള്ള ചോദ്യോത്തരങ്ങളെ കുറിച്ചും ഒക്കെ എത്ര വാദം പറഞ്ഞാലും അതൊക്കെ നമുക്ക് അപ്പം നോക്കാം മുലിയാരെ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തുക. പലിശയുമായി ബന്ധപ്പെടുന്നവർ ഇന്ന ശിക്ഷയുണ്ട്, അപ്പോഴല്ലേ നമുക്ക് നോക്കാം, സമയമുണ്ടല്ലോ. അങ്ങനെ നിസാരവൽക്കരിക്കുകയാണ്, ആഖിറത്തെ നിസാരവൽക്കരിക്കുക. മരണം അവന്റെ കൺമുന്നിൽ കാണുന്നുണ്ട്. മരിക്കുമെന്നുള്ള കാര്യം എല്ലാവർക്കും ദൃഢനിശ്ചയമാണ്. ഒരാളും അതിൽ നിന്ന് പുറകോട്ട് പോലും അവന് നല്ല ഉറപ്പാണ്. പക്ഷെ അവന്റെ മനസ്സിലേക്ക് അങ്ങ് പതിയുന്നില്ല. അതാണ് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ ദിവസവും പത്രം എടുത്ത് നോക്കുമ്പോ പത്രത്തിലെ ഒരു പേജ് തന്നെ ചരമത്തിന്റെ കോളമാണ്, മരണ അറിയിപ്പ്. ഒരു പേജ് പൂർത്തിയാക്കി എല്ലാ ദിവസവും ഉണ്ട് മരണ വാർത്ത. മരിക്കുന്ന ആളുകൾ കൂടുതലാണ്, എണ്ണമറ്റതാണ്. നമ്മൾ ജീവിച്ചിരിക്കുന്നവരെക്കാൾ കൂടുതൽ ആളുകൾ ഈ ലോകത്ത് മരണപ്പെട്ടു പോയിട്ടുണ്ട് എന്ന വസ്തുത നമ്മൾ അറിയാതെ പോകരുത്. ഇന്ന് ജീവിച്ചിരിക്കുന്ന ലോകത്തുള്ള മുഴുവൻ ജനങ്ങളെക്കാൾ എത്രയോ ഇരട്ടി ആളുകളാണ് ഖബറിലുള്ളത്, മരണപ്പെട്ടു പോയത് എന്നുള്ള ചിന്ത ഒരാൾ വിസ്മരിക്കരുത്. എപ്പോ വേണമെങ്കിലും മരിക്കാം, ഏത് സമയത്തും മരിക്കാം. തലയിലേറ്റ് നടന്നതായ താരങ്ങളൊക്കെ ഇവിടെ മരണപ്പെട്ടില്ലേ? സുബി സുരേഷ് എന്ന് പറയുന്നതായ 41-കാരിയാകുന്ന ഹാസ്യ നടി, കുട്ടിപ്പട്ടാളമടക്കമുള്ളതാകുന്ന ഒരുപാട് പ്രോഗ്രാമുകളിൽ നിന്ന് സ്ത്രീകളുടെ മനം കവരുകയും പുരുഷന്മാരടക്കം ധാരാളം ആളുകൾ വലിയ താല്പര്യത്തോടുകൂടി കാണുകയും ചെയ്തതാകുന്ന ഒരു നടി ഒരു സുപ്രഭാതത്തിൽ അവർ മരണപ്പെട്ട വാർത്ത കേട്ട് പലരും ഞെട്ടിത്തെരിച്ചു. നല്ല ആരോഗ്യവതിയാണെന്ന് മനസ്സിലാക്കിയിരുന്ന അവർ കരൾ രോഗത്തിന് അടിമപ്പെട്ടവളായിരുന്നു എന്നുള്ള വാർത്തയാണ് പിന്നീട് അറിയപ്പെടാൻ ഉണ്ടായത്. പെട്ടെന്നുള്ള മരണം, ആകസ്മികമായ മരണം. ഏത് സമയത്തും എപ്പോഴും എവിടെ വെച്ച് നമുക്കത് പിടികൂടാം. എന്നിട്ട് നമ്മളത് ചിന്തിക്കുന്നില്ല, അതിനുവേണ്ടി നമ്മൾ തയ്യാറെടുക്കുന്നില്ല. വസ്തുതയാണ്. മരണാനന്തര ജീവിതത്തിന് വേണ്ടി ആരാണ് ഇവിടെ ഒരുങ്ങുന്നത്? പരലോകത്തിന് വേണ്ടി എന്താണ് നമ്മുടെ ജീവിതത്തിൽ ചെയ്തു വെച്ചിട്ടുള്ളത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قل إن الموت الذي تفرون منه فإنه ملاقيكم ثم تردون إلى عالم الغيب والشهادة فينبئكم بما كنتم تعملون. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉറപ്പെടുത്തുകയാണ്, നബിയേ തങ്ങൾ ഈ സമൂഹത്തിന് പറഞ്ഞു കൊടുക്കണേ റസൂലേ, ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻ, ഈ ദുനിയാവിൽ എനിക്ക് മരണമുണ്ടാവുകയില്ല എന്ന് കരുതിക്കൊണ്ട് ഈ ദുനിയാവിൽ അമ്പരച്ചുംബികളായ മണിമേടകൾ വെച്ച് ഉല്ലസിക്കുന്നവരെ, മാളിക സൗധങ്ങൾ പണിതുയർത്തിക്കൊണ്ട് നിലകൊള്ളുന്നവരെ, ആഖിറത്തെ ചിന്തിക്കാതെ ദുനിയാവ് കൈവെള്ളയിൽ ഒതുക്കാൻ വേണ്ടി വെമ്പൽ കൊള്ളുന്നവരെ, അരച്ചാണ് വടിയുടെ വിഷയത്തിൽ വരെ തന്റെ കുടുംബത്തോടെ കയർത്തുകൊണ്ട് നിലകൊള്ളുന്നതായ സമൂഹമില്ലയോ? അയൽവാസികളോട് വഴക്കടിച്ചുകൊണ്ട് നിലകൊള്ളുന്നവരില്ലയോ? ലക്ഷക്കണക്കിന് രൂപ കൊണ്ടുപോയി അതിനുവേണ്ടി കേസ് കൊടുത്ത് അതിനു വേണ്ടിയുള്ളതാകുന്ന വിധി തനിക്ക് അനുകൂലമാക്കാൻ കാത്തു നിൽക്കുന്നതായ സമൂഹത്തിൽപ്പെട്ടവരില്ലയോ? സമുദായത്തിൽപ്പെട്ടതായ ആളുകളില്ലയോ? നമസ്കാരങ്ങൾ ചിട്ടയുണ്ടെങ്കിൽ പോലും ആഖിറത്തെ പറ്റി ചിന്തയില്ല. ഈ ദുനിയാവിൽ ഒരിക്കലും തന്നെ മരിക്കുമെന്നുള്ള ചിന്ത അവന്റെ മനോമുഖരത്തിലില്ല. കള്ളു കുടിച്ചുകൊണ്ട് നിലകൊള്ളുന്ന ചെറുപ്പക്കാരില്ലേ? ലഹരി നുണഞ്ഞുകൊണ്ട് പോകുന്നതായ യുവാക്കളില്ലേ? പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്, ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻ, ഈ ദുനിയാവിൽ നീ മരണത്തിൽ നിന്ന് ഓടിക്കൊണ്ടിരിക്കുമ്പോ നീ അറിയണേ ഫൈന്നഹു മുലാഖീകും, എവിടെ പോയാലും ലോകത്തിന്റെ ഏത് കോണിൽ പോയി നീ ഒളിച്ചാലും അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്റെ സമയം എത്തിക്കഴിഞ്ഞാൽ നിന്റെ ആത്മാവിനെ മുന്തിക്കുകയോ പിന്നിക്കുകയോ ഇല്ല. വലയുഅഖിറല്ലാഹു നഫസാ നഫസാ ഇദാ ജാഅ അജലുഹാ.
മനുഷ്യമാനവാ, നിന്റെ സമയം എത്തിക്കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്നെ കൊണ്ടുപോകുമേ. ഒരിക്കലും അല്ലാഹു മുന്തിക്കുകയോ പിന്തിക്കുകയോ ഇല്ല. ലാ യസ്തഖിറൂന സഅത വലാ യസ്തഖ്ദിമൂൻ. ഇയാളെ കരുവമ്പൊയിലുള്ള വലിയ ഹാജിയാരാണ്, വലിയ സയ്യിദാണ്, വലിയ ആലിമാണ്, മുത്തഅല്ലിമാണ്. ഒരു വിലയും അല്ലാഹുവിന്റെ മുന്നിലില്ല. നിന്റെ സമയമെത്തിയോ? ആത്മാവിനെ പിടിക്കാൻ അസ്റായീൽ അലൈഹിസ്സലാമും കൂട്ടാളികളും ഇതാ നിന്റെ കൺമുന്നിലേക്ക് വരുകയാണ്. ഒരു സെക്കൻഡ് പോലും മുന്തിക്കുകയോ ഒരു സെക്കൻഡ് പോലും പിന്തിക്കുകയോ ചെയ്യുകയില്ല എന്ന് വിശുദ്ധമായ ഖുർആൻ. أينما تكونوا يدرككم الموت ولو كنتم في بروج مشيدة. അതിശക്തമായ ഇരുമ്പടിക്കുള്ളിൽ അധിവസിച്ചാലും സഹോദരാ സഹോദരി, അല്ലാഹു നിന്നെ കൊണ്ടുപോകുമേ. അയ്നമാ തകൂനൂ يدرككم الموت ولو كنتم في بروج مشيدة. അതിശക്തമായ ഇരുമ്പടിക്കുള്ളിൽ നീ അധിവസിച്ചാലും മരണത്തിന്റെ മുഖത്തിൽ നിന്ന് ഒളിച്ചോടാൻ പറ്റുകയില്ല. നിന്റെ സമയമെത്തുമ്പോ ആത്മാവിനെ പിടിക്കുമേ. അതിനുവേണ്ടി അല്ലാഹു നിശ്ചയിച്ച മലക്കാണ് അസ്റായീൽ അലൈഹിസ്സലാം. ഈ ദുനിയാവിൽ വലിയ കോട്ടകൾ പണിതതായ ആളുകൾ മരണത്തിന് കീഴടങ്ങിയില്ലേ. അന റബ്ബുകുമുൽ അലാ, ഞാനാണ് ഏറ്റവും വലിയ രക്ഷിതാവ് എന്ന് പറഞ്ഞ് ഏകാധിപത്യത്തിന്റെ ഭരണം നടത്തിയതാകുന്ന ഫിറഔൻ എവിടെ പോയി? മുസ്ലിമത്തെ, എന്തേ ചിന്തിക്കാത്തത്? എന്തേ നീ ചിന്തിക്കാതെ പോയത്? അവനെ എലിക്കുഞ്ഞിനെ കൊണ്ടുപോയി വെള്ളത്തിൽ മുക്കി കൊല്ലുന്നത് പോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉന്മൂലനം ചെയ്തില്ലേ? തീർന്നില്ല. എവിടെ പോയി ഫിറഔൻ? എവിടെ പോയി നമ്രൂദ്? എവിടെ പോയി ഹാമാൻ? എവിടെ പോയി ഉബയ്യ് ഇബ്നു കഅബ്? എവിടെ പോയി സർവ്വതാകുന്ന വ്യക്തികൾ? എല്ലാവരും മരണത്തിന് കീഴടങ്ങിയില്ലേ. ഈ ലോകത്ത് ജീവിച്ചതാകുന്ന സർവ്വ അമ്പിയാക്കളും സർവ്വ ഔലിയാക്കളും സർവ്വ മഹാന്മാരും മഹത്തുക്കളും തെമ്മാടികളായി ജീവിച്ചതായ ആളുകളും എല്ലാവരും മരണത്തിന് വഴിമാറുകയാണ്. ഒരാളെ പോലും മരണത്തെ പുൽകാതില്ല. അല്ലാഹുവിന്റെ റസൂൽ നബിയനാ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ഒരൊറ്റ വ്യക്തി പോലും ഈ ലോകത്ത് നിന്ന് മരണത്തെ പുൽകാതിരിക്കുകയില്ല. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത് വഇന്നമാ توفون أجوركم يوم القيامة فمن زحزح عن النار وأدخل الجنة فقد فاز وما الحياة الدنيا إلا متاع الغرور. ഈ ദുനിയാവിൽ സമ്പത്ത് ഒരുമിച്ച് കൂട്ടാൻ വേണ്ടി അഹങ്കാരത്തോടുകൂടി ജീവിച്ചതായ സമൂഹമേ, സമ്പത്ത് കൈവെള്ളയിൽ ഒരുമിക്കാൻ വേണ്ടി ഒരാളെയും പങ്കു ചേർക്കാതെ സ്വന്തമായി ജീവിതം കൊഴിപ്പിക്കാൻ ലക്ഷ്യം വെച്ചവരെ, നിനക്കിതാ മരണം അടുത്തിരിക്കുകയാണ്. മരണം നിന്റെ ചെരുപ്പിന്റെ മാറി നിന്റെ കാലിനോട് എത്രമാത്രം ചേർന്നിട്ടുണ്ടോ അതിനേക്കാൾ അടുത്തിരിക്കുന്നു എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഒരാളും മരണത്തെ പുൽകാതെ പോകുകയില്ല. ഈ ലോകത്ത് നിന്ന് വിട പറയാതെ ഒരൊറ്റ സൃഷ്ടിയും പോകുകയില്ല. എല്ലാവരും മരണത്തെ പുൽകുമെന്ന് വിശുദ്ധമായ ഖുർആൻ. നമ്മളെല്ലാവരും മരിക്കും, ഒരാളും മരിക്കാതിരിക്കൂല. ശരിക്കും മനസ്സിലാക്കി സഹോദരൻ,
പിന്നെ എന്തിനാണ് ഈ വീറും വാശിയും ഈ വൈരാഗ്യവും ഒക്കെ? എത്ര സിനിമാ നടന്മാർ ഇവിടെ മരിച്ചു, എത്ര സിനിമാ നടിമാർ മരിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെയൊക്കെ ഹൃദയത്തെ പിടിച്ച് കുലുക്കിയതാകുന്ന വലിയ വലിയ രാഷ്ട്രീയ പ്രമുഖർ, സാമുദായിക നേതാക്കൾ മരണത്തിന് കീഴടങ്ങിയില്ലേ? ഒരാൾ മരണിക്കാതിരിക്കൂല. അത് മനസ്സിലാക്കി ഉറപ്പിക്കണം. അള്ളാഹു നമുക്കൊക്കെ നല്ല മരണം സാധ്യമാക്കുമാറാവട്ടെ. നല്ല ദിവസത്തിൽ, നല്ല സമയത്ത്, നല്ല രീതിയിൽ നല്ലവരുടെ ചാരത്ത് വെച്ച് മരിക്കാൻ അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. ലോകം അവസാനിക്കുന്നതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറന്ന കാഹളത്തിൽ ഊതാൻ വേണ്ടി ഇസ്രാഫീൽ അലൈഹിസ്സലാമിനെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കണം, അല്ലാഹു നമുക്ക് നാഫിഅ ഇൽമ നൽകി അനുഗ്രഹിക്കട്ടെ. ശരിക്കും ശ്രദ്ധിക്കണം, ഇവിടെ ശ്രദ്ധിക്കണം. ഒരാളും മരിക്കാതില്ല, എല്ലാവരും മരിക്കും. ഒരാളും മരണത്തെ പുൽകാതില്ല. അവസാന കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ എല്ലാ നന്മകളും ഇല്ലാതാകും, തിന്മകൾ വല്ലാതെ അധികരിക്കും. നബിതങ്ങൾ പറഞ്ഞതാകുന്ന സർവ്വകാര്യങ്ങളും ഇന്ന് അധികരിച്ചിട്ടുണ്ട്. അല്ലാഹു നമുക്ക് കാവൽ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലയോ, ലോകാവസാനത്തിന്റെ സമയമാകുന്ന സമയത്ത് വിജ്ഞാനം ലോകത്ത് നിന്ന് ഉയർത്തപ്പെടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അറിവ് ലോകത്ത് നിന്ന് ഇല്ലാതാവും, അവസാന കാലഘട്ടത്തിൽ സംഭവിക്കുന്നതാണ്. അതിനാണ് നമ്മൾ ഇത്തരത്തിലുള്ളതാകുന്ന സ്ഥാപനങ്ങളെ സഹായിക്കുന്നത്. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. കാരണം അറിവ് ലോകത്ത് നിന്ന് ഇല്ലാതാകൽ എങ്ങനെ? നബിതങ്ങൾ പറയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹദീസാണ്, ശരിക്കും ശ്രദ്ധിക്കണേ. ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇന്നല്ലാഹ ലാ യഖ്ബിലുൽ ഇൽമ ഇന്തിസാൻ യന്തസിഉഹു മിനൽ ഇബാദ് വലാകിൻ യഖ്ബിലുൽ ഇൽമ ബിഖബ്ലിൽ ഉലമാ. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, അവസാന കാലഘട്ടമാകുമ്പോൾ ഇൽമ ഈ ലോകത്ത് നിന്ന് ഉയർത്തപ്പെടുമേ. ഇൽമ ഇല്ലാതാവുക എന്ന് പറഞ്ഞാൽ ഇന്നല്ലാഹ ലാ യഖ്ബിലുൽ ഇൽമ ഇന്തിസാഅൻ യന്തസിഉഹു മിനൽ ഇബാദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തെ ജനങ്ങൾ പഠിച്ചെടുത്തതാകുന്ന അറിവുകളെ അവരുടെ ഹൃദയത്തിൽ നിന്ന് ഒറ്റയടിക്ക് ഊരിയെടുക്കുകയല്ല, വലാകിൻ യഖ്ബിലുൽ ഇൽമ ബിഖബ്ലിൽ ഉലമാ. അല്ലാഹു വിജ്ഞാനത്തെ ഉയർത്തുന്നു എന്ന് പറയുന്നത് നല്ല നല്ല ആലിമീങ്ങളുടെ ആത്മാവിനെ പിടിച്ചെടുക്കലിലൂടെയാണ്, ആലിമീങ്ങളെ മരിപ്പിക്കലിലൂടെയാണ് ഇൽമ ലോകത്തില്ലാതാവുക. നബി മുഹമ്മദ് മുസ്തഫ. നിങ്ങൾ ചിന്തിക്കും, മുൻഗാമികളായ സമസ്തയുടെ എത്രയോ സമുന്നതരായ ആലിമീങ്ങൾ വഫാത്തായി, അവർക്ക് നൽകപ്പെട്ട അറിവ് ശേഷമുള്ള പണ്ഡിതന്മാർക്ക് ഇല്ല. മനസ്സിലാക്കി? ഓരോ കാലഘട്ടത്തിലും അങ്ങനെയാണ്. അബ്ദുള്ള ഉസ്താദ് നമ്മൾ അല്പം മുമ്പോട്ട് ഇറങ്ങിപ്പോയി, അവർക്ക് നൽകപ്പെട്ട അറിവ് ഇനി അടുത്തൊരു ജനറേഷനുള്ള ആളുകൾക്കില്ല. പല ഫന്നുകളിലും അഗാധമാകുന്ന അറിവുള്ളതാകുന്ന ആലിമീങ്ങൾ അവർ മരിക്കലോടുകൂടി അത്തരത്തിലുള്ളതാകുന്ന വിജ്ഞാനത്തിന്റെ ശാഖോപശാഖകൾ പരിപൂർണമായി നഷ്ടപ്പെട്ടു പോവാൻ അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അങ്ങനെ നഷ്ടപ്പെടുക എന്ന് പറയുന്നത് എന്താണ്? ലോകാവസാനത്തിന്റെ അടയാളമാണ്. അതില്ലാതിരിക്കാനാണ് നമ്മൾ നമ്മുടെ നാട്ടിൽ ഹിഫ്ളിന്റെ സ്ഥാപനം തുടങ്ങി ആ കുട്ടികളെ വിശുദ്ധമാക്കപ്പെട്ടതായ കലാലയത്തിലേക്ക് പറഞ്ഞയച്ച് അവരെ നല്ല മക്കളാക്കി മാറ്റുന്നു. ബിരുദവും ബിരുദാനന്തര ബിരുദവുമായി അവരെ കൊണ്ടുവരുന്നതിന് ഉദ്ദേശം അതാണ്. അതിനുള്ളൊരു പ്രോത്സാഹനമാണ് അൽഹംദുലില്ലാഹ് നമ്മൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ചുരുക്കത്തിൽ നിങ്ങൾ നടത്തുന്ന പ്രവർത്തനം ചെറുതല്ല, ഈ ദീൻ നിലനിർത്താൻ വേണ്ടിയുള്ള പരിശ്രമമാണ്. ലോകം തന്നെ നിലനിൽക്കാൻ കാരണം നിങ്ങളുടേതാകുന്ന സഹായങ്ങളാണ്. മനസ്സിലാക്കി? അല്ലാഹു തൗഫീഖ് നൽകട്ടെ. കാരണം ഒരു മുത്തഅല്ലിമിന് നമ്മൾ ഒരു നേരത്തെ ചെലവ് കൊടുത്താൽ, ഭക്ഷണം നൽകിയാൽ, അവന് വേണ്ടുന്നതായ കാര്യങ്ങളിലേക്ക് നമ്മൾ ശ്രദ്ധ ജ്വലിപ്പിച്ചാൽ ഇൽമ ഈ ലോകത്ത് നിലനിൽക്കാൻ അല്ലാഹ് എന്ന് പറയുന്ന വ്യക്തി ഈ ലോകത്ത് നീ നിലനിർത്തി.
അവനിലൂടെ നല്ല ഒരു ആലിം ഉണ്ടായി തീരുകയാണ്. ഒരു സമുന്നതനായ പണ്ഡിതനെ ഈ ലോകത്തിന് വിഭാവനം ചെയ്യപ്പെടുകയാണ്. സുബ്ഹാനല്ലാഹ്. അവൻ ഇൽമു പഠിക്കാനുള്ള സാഹചര്യങ്ങൾ തേടുകയും അതിനുവേണ്ടി നമ്മുടെ നാട്ടിലെത്തുകയും ചെയ്തിട്ട് പുറംതിരിഞ്ഞു നിന്നാലോ തീർച്ചയായും അവന് പ്രയാസം നേരിടും, ഇൽമ ഇല്ലാതാക്കപ്പെടും. അതിലൂടെ ലോകത്തിന്റെ അവസാനം നേരത്തെ തന്നെ ആയി തീരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇന്നല്ലാഹ ലാ യഖ്ബിലുൽ ഇൽമ ഇൻതിസാൻ യംതസിഉഹു മിനൽ ഇബാദ്. അടിമകൾ പഠിച്ചു വച്ചിരിക്കുന്നതായ ഇൽമുകളെ അവരുടെ ഹൃദയത്തിൽ നിന്ന് ഊരിയെടുക്കലിലൂടെയല്ല അല്ലാഹു ഇൽമിനെ ഉയർത്തുന്നത്, മറിച്ച് വലാകിൻ യഖ്ബിലുൽ ഇൽമ ബിഖബ്ദിൽ ഉലമാ. സമുന്നതരായ ആലിമീങ്ങളെ, പണ്ഡിതന്മാരെ, ഖുർആൻ മനപ്പാഠമാക്കിയ ഹാഫിളീങ്ങളെ, പരിശുദ്ധമാക്കപ്പെട്ട ഹദീസുകളും പവിത്രമാക്കപ്പെട്ടതാകുന്ന കർമ്മശാസ്ത്രമടക്കം ഇൽമിന്റെ ശാഖോപശാഖകൾ വ്യക്തമായി പഠിച്ച് അത് സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് നിലകൊള്ളുന്നതായ വലിയ വലിയ ആലിമീങ്ങളെ മരിപ്പിക്കലിലൂടെയാണ് ഈ ലോകത്ത് ഇൽമു ഉയർത്തുക എന്ന് നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി ഹത്താ اتخذ الناس رؤوسا جهالا. നാട്ടിൽ സമുന്നതരായ ആലിമീങ്ങൾ ഇല്ലാതെ വന്നാൽ, നാട്ടിൽ മതസ്ഥാപനങ്ങൾ ഇല്ലാതെ വന്നാൽ, നാട്ടിൽ പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുന്നതായ ദിക്റുകളെ ചൊല്ലാനും ദിക്റുകളെ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാനും അല്ലാഹുവിനെ പരിചയപ്പെടുത്താനും ഏകദൈവ വിശ്വാസം ജനങ്ങളിലേക്ക് രൂഢമൂലമാക്കാൻ ഉപകരിക്കുന്ന നല്ല നല്ല ഇൽമു പറയുന്ന മക്കൾ ഈ ലോകത്ത് നിന്ന് ഇല്ലാതായാൽ ഇത്തഖദന്നാസു റൂസൻ ജുഹാല. ജനങ്ങൾ വിവരമില്ലാത്ത ആളുകളെ തലയിലേറ്റ് നടക്കുകയാണ്. ജനങ്ങൾ വിവരക്കേടിന്റെ വക്താക്കളെ തലയിലേറ്റ് നടക്കുകയാണ്. സമുന്നതരായ ആലിമീങ്ങളെ അവർക്ക് വേണ്ട, പണ്ഡിതന്മാരെ വേണ്ട. വിവരദോഷികളായ ആളുകളെ, വ്യാജരാകുന്ന സമൂഹത്തെ, വ്യാജമാകുന്ന ചിന്നമ്മമാരെ, വ്യാജമാകുന്ന ചിന്നപ്പമാരെ, മോശപ്പെട്ടതാകുന്ന തരത്തിലേക്ക് ജീവിതത്തെ കൊണ്ടുപോകുന്ന ഭൗതിക താല്പര്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന ആത്മീയമാകുന്ന ചൂഷകരെ, ആത്മീയമാകുന്ന ചികിത്സകരെ, അവരുടെ പിറകെ ആളുകൾ പോവുകയാണ്. ആദരവായ പ്രവാചകനെ പറയുകയാണ്, ജനങ്ങൾ അത്തരത്തിലുള്ളതാകുന്ന വിവരക്കേടിന്റെ അഹിരകാരോട്, വിവരദോഷികളാകുന്ന ആളുകളോട്, വ്യാജരാകുന്ന ചിന്നമ്മയും ചിന്നപ്പയും ചമഞ്ഞുകൊണ്ട് 10 വിരൽ 50 മോതിരമണിഞ്ഞ് ഏതെങ്കിലും മഖാമിൽ പച്ച പുതച്ചിരിക്കുന്നതായ വ്യക്തിയെ കാണുമ്പോ ഇദ്ദേഹം ശൈഖാനി എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ കൈപിടിക്കാനും അദ്ദേഹത്തിനോടൊപ്പം ചേർന്ന് നിൽക്കാനും അദ്ദേഹത്തോടൊപ്പം വീടിന്റെ പരിസരത്ത് കാബയുടെ മാതൃകയുണ്ടാക്കി അതിൽ തവാഫ് ചെയ്തുകൊണ്ട് നിലകൊള്ളുന്നതായ മോശപ്പെട്ടതാകുന്ന ചികിത്സകരില്ലയോ? എത്രയോ വ്യാജന്മാരുടെ ചികിത്സാ കേന്ദ്രങ്ങൾ കൊണ്ട് ഈ കൊച്ചു കേരളം തന്നെ നിറഞ്ഞിരിക്കുകയാണ്. പരിശുദ്ധരാകുന്ന സ്വഹാബത്തിന്റെ മാതൃക അവരുടെ ജീവിതത്തിൽ ഇല്ലേ ഇല്ല. പുണ്യമാക്കപ്പെട്ടതായ കാബയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രമാക്കപ്പെട്ട മക്കയിൽ ജനങ്ങൾക്ക് ആരാധിക്കാൻ വേണ്ടി പണിതിട്ടുള്ളതായ ആദ്യത്തെ കേകമാകുന്ന വിശുദ്ധ കാബയുടെ മാതൃകയിൽ സ്വന്തം വീടിന്റെ മുറ്റത്ത് മാതൃകയുണ്ടാക്കി അതിൽ ജനങ്ങളെ വട്ടം ചുറ്റിച്ച് അവരുടേതാകുന്ന ഹൃദയത്തിൽ ഇത് കാബയാണെന്ന് പ്രതിഷ്ഠിച്ചുകൊണ്ട് നടത്തുന്നതായ മോശപ്പെട്ട പേക്കൂത്തുകൾ ഈ സമൂഹം കാണുന്നില്ലയോ, ദർശിക്കുന്നില്ലയോ? അത്തരത്തിലുള്ള വ്യാജപ്പെട്ടതാകുന്ന ചികിത്സകരുടെ പിറകെ ആളുകൾ പോകുന്നതായ കാലഘട്ടം വരുമേ. ജനങ്ങൾ അത്തരത്തിലുള്ള വ്യാജന്മാരോട് കാര്യങ്ങൾ ചോദിക്കുകയാണ്. വിവരമില്ലാത്ത അത്തരത്തിലുള്ള ആളുകൾ വിവരക്കേട് കൊണ്ട് ജനങ്ങൾക്ക് ഫത്വ നൽകുകയാണ്. ഇങ്ങനെ ചെയ്തോ എന്ന് ദീനിലില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. അതിലൂടെ അവരും പിഴയ്ക്കുകയാണ്, അവർ സമൂഹത്തെ പിഴപ്പിക്കുകയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ 1400 വർഷം മുമ്പ് പരിശുദ്ധ പ്രവാചകൻ പറഞ്ഞത് ഇന്ന് കരുവമ്പയിലുള്ള മുസ്ലിമേ മുസ്ലിമത്തെ നേർക്ക് നേരെ കാണുന്നില്ലേ, ദർശിക്കുന്നില്ലേ? എത്ര വ്യാജ ചിഹ്നന്മാരാണ് വന്നിട്ടുള്ളത്.
എത്രയെത്ര വ്യാജ ചികിത്സകരാണ് സമൂഹത്തിൽ കടന്നുകൂടിയിട്ടുള്ളത്. ആദരവായ പ്രവാചകൻ തന്റെ ശരീരത്തിന്റെ അവയവത്തിലേക്ക് അഥവാ തന്റെ വിരലുകളിലേക്ക് ചേർത്ത് വെച്ചത് ഒരു സമയത്ത് ഒരൊറ്റ മോതിരമാണ് എങ്കിൽ അത് തന്നെ തന്റെ വലത് കൈയിലെ ചെറുവിരലിലോ ഇടത് കൈയിലോ ചെറുവിരലിലോ മാത്രമാണ് ധരിച്ചിരുന്നത് എങ്കിൽ 10 വിരൽ 50 മോതിരം കാണിച്ച് യാഹൂ പഠിച്ചുകൊണ്ട് ജനങ്ങൾക്ക് മുന്നിൽ മോചമാകുന്ന രീതിയിൽ ചികിത്സാ മുറകളുമായി നിലകൊള്ളുന്ന എത്രയോ ആളുകളെ ചൂഷകന്മാരെ ഈ സമൂഹം കണ്ടില്ലയോ? ആദരവായ പ്രവാചകർ പറഞ്ഞത് വ്യക്തമല്ലയോ? സമുന്നതരായ ആലിമീങ്ങൾ പണ്ഡിതന്മാർ ഇല്ലാതാക്കപ്പെടുമ്പോ ഇത്തരത്തിലുള്ളതാകുന്ന വ്യാജന്മാരായ ആളുകൾ സമൂഹത്തിൽ കടന്നു വരുമേ. അവർക്ക് ലക്ഷ്യം ആഖിറമല്ല, അവർക്ക് ലക്ഷ്യം ദുനിയാവാണ്. അവരുടെ പിറകെ ആളുകൾ പോകുകയാണ്. അതിലൂടെ ഉണ്ടായിത്തീരുന്നത് എന്താണ്? അവരോട് കാര്യങ്ങൾ ചോദിക്കുമ്പോ അവർ ഓതിയിട്ടില്ല, ഖുർആൻ പഠിച്ചിട്ടില്ല, ഹദീസ് പഠിച്ചിട്ടില്ല, ഒരു സ്ഥാപനത്തിലും അവർ പഠിച്ചവരല്ല. വിവരക്കേട് കൊണ്ട് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കും. അതിലൂടെ ലോകത്തെ പിഴപ്പിക്കുന്നുവെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അവരും പിഴയ്ക്കുന്നു, അവർ ജനങ്ങളെ പിഴപ്പിക്കുകയും ചെയ്യുന്നു. നബിയുനാ റസൂലുള്ളാഹി. ഇതൊന്ന് സമൂഹം കാണുക, നേർക്ക് നേരെ കാണുക. എത്രയോ അത്തരത്തിലുള്ള ചികിത്സകർ നമ്മുടെ നാടുകളിൽ തന്നെ പരിസരങ്ങളിലുണ്ട്. എത്രയോ സഹോദരിമാർ അവരുടെ പൈസ കൊണ്ടുപോയിട്ട് അത്തരത്തിലുള്ള ആൾക്കാരുടെ കാൽക്കീഴിൽ കൊണ്ടുപോയി വെക്കുന്നവരുണ്ട്. അവരുടെ മുന്നിൽ പോയി സുജൂദിൽ അർപ്പിക്കുന്ന ആളുകളുണ്ട്. എങ്ങനെ തോന്നുന്നു നിങ്ങൾക്ക്? ചില വ്യാജന്മാരുടെ മുന്നിൽ പോയി സുജൂദ് ചെയ്യാൻ, നഊദുബില്ലാ, ഒരു സൃഷ്ടി മറ്റൊരു സൃഷ്ടിക്ക് സുജൂദ് ചെയ്യാൻ പാടില്ല. നബി മുഹമ്മദ് മുസ്തഫ അങ്ങനെ സുജൂദ് ചെയ്യാൻ കൽപ്പിക്കുമായിരുന്നുവെങ്കിൽ ഒരു ഭർത്താവിന്റെ മുന്നിൽ ഭാര്യയോട് സുജൂദ് ചെയ്യാൻ ഞാൻ പറഞ്ഞേനെ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. അങ്ങനെ സുജൂദ് ചെയ്യാൻ പാടില്ല. ഒരു ഭാര്യയും ഭർത്താവിന് പോലും സുജൂദ് ചെയ്യാൻ പാടില്ല. അങ്ങനെ കൽപ്പിക്കുമായിരുന്നുവെങ്കിൽ, ഒരു സൃഷ്ടി മറ്റൊരു സൃഷ്ടിക്ക് സുജൂദ് ചെയ്യാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നുവെങ്കിൽ ഭർത്താവിന്റെ മുന്നിൽ ഭാര്യയോട് സുജൂദ് ചെയ്യാൻ പറഞ്ഞേനെ. അത്രയേറെ കടമയും കടപ്പാടും ഭർത്താവിനോടുണ്ട് ഭാര്യയ്ക്കെന്ന് നബിയുനാ റസൂലുള്ളാഹി. സുജൂദ് ചെയ്യാനല്ല, മറിച്ച് സുജൂദ് ചെയ്യാൻ കൽപ്പിക്കുമായിരുന്നെങ്കിൽ അങ്ങനെ കൽപ്പിച്ചേനെ. അങ്ങനെ കൽപ്പിച്ചിട്ടുമില്ല. പിന്നെ എങ്ങനെ നമ്മൾ ഒരു വ്യാജന്മാരാകുന്ന ആളുകളുടെ മുന്നിൽ പോയി സുജൂദ് തൊഴുത് നിൽക്കാൻ, അവരുടെ മുന്നിൽ പോയി വണങ്ങാൻ? ഒരു മറയില്ലാതെ അവരുടെ മുന്നിൽ പോയി നിന്നുകൊണ്ട് മന്ത്രിച്ചൂതുന്ന സഹോദരിമാരില്ലേ? നഊദുബില്ലാ. എത്ര വലിയ ആഭാസമാണ്, എത്ര മോശമായ ചിട്ടകളാണിത്. നമ്മൾ സുന്നികളാണ്, പക്ഷെ ആ സുന്നത്ത് ജമാഅത്തിൽ അടിയുറച്ചു നിൽക്കാൻ മോശമായ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോകാതെ. എന്താണ് നമ്മുടെ അവസ്ഥ? അല്ലാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. എന്താണ് നമ്മുടെ അവസ്ഥ? പുരുഷന്മാരൊക്കെ ഇന്ന് സ്ത്രീകളുടെ വസ്ത്രവിധാനമാണ്. സ്ത്രീകളെല്ലാം പുരുഷന്റെ വസ്ത്രവിധാനം. പുരുഷന്റെ വസ്ത്രവിധാനം എന്ന് പറയുന്നത് നെരിയാണിക്ക് മുകളിൽ വസ്ത്രം ധരിക്കലാണ്. സ്ത്രീയുടെ വസ്ത്രവിധാനമാണ് എന്ത്? നെരിയാണിക്ക് താഴോട്ട് വസ്ത്രം ധരിക്കാതിരിക്കുക. അതാ നോക്ക്, നിങ്ങൾ ഇവിടെ ഇരിക്കുന്നവരൊക്കെ ഒന്ന് എഴുന്നേൽപ്പിച്ചാലോ? സുബ്ഹാനല്ലാഹ്, നിലത്തൂടി വലിച്ചെടുക്കണം. ഇവിടെ പിന്നെ തൂക്കേണ്ട ആവശ്യമില്ല, വൃത്തിയാക്കിട്ടോ. ഹാജിയാരാണ്, 4 ഉംറ ചെയ്തിട്ടുണ്ട്, 2 ഹജ്ജ് ചെയ്തിട്ടുണ്ട്, നാട്ടിൽ അറിയപ്പെട്ട വ്യക്തിയാണ്. പക്ഷെ പെണ്ണുങ്ങളുടെ വസ്ത്രവിധാനം പെണ്ണിന്റെ വസ്ത്രവിധാനമാണ് അത്. ഏത്? നെരിയാണിക്ക് താഴോട്ട് പോകും. പാൻസ് ആകട്ടെ, അതുപോലെ തന്നെ തുണിത്തരങ്ങളാകട്ടെ, ശ്രദ്ധിക്കണം. അതിപ്പോഴും ശ്രദ്ധിക്കാൻ റെഡിയല്ല. എത്ര വാത് കേട്ടിട്ടും ഇപ്പോഴും പഴയതുപോലെ. എന്താ അങ്ങനെ മാറാത്ത? ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ الرجل يلبس لبسة المرأة والمرأة التي تلبس لبسة الرجل.
അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ ശറഫാക്കപ്പെട്ട നാവുകൊണ്ട് ശപിച്ചുവത്രേ കരുവപ്പയിലുള്ള പ്രിയപ്പെട്ട മുസ്ലിമേ മുസ്ലിമത്തേ ശ്രദ്ധിക്കേണ്ട വചനമാണ്, ശ്രദ്ധിക്കേണ്ട വാക്കാണ്. അല്ലാഹുവിന്റെ റസൂൽ ശപിച്ച വിഭാഗമാണ്. ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അർറജുല, ഒരു പുരുഷനെ റസൂലുള്ള ശപിച്ചിരിക്കുകയാണ്, ഒരാണിനെ റസൂലുള്ള ശപിച്ചിരിക്കുകയാണ്. യൽബസു ലിബ്സതൽ മർഅ, അവൻ സ്ത്രീയുടെ വസ്ത്രവിധാനമാണ് നടത്തുന്നത് എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. വൽ മർഅത്തല്ലതി തൽബസു ലിബ്സതർ റജുലി, പുരുഷന്റെ വസ്ത്രവിധാനം നടത്തുന്ന സ്ത്രീകളില്ലയോ, പുരുഷൻ ധരിക്കുന്നതായ പാൻസ് ധരിച്ചുകൊണ്ട് നടക്കുന്നവരില്ലയോ, ടൈറ്റായ ജീൻസ് ധരിച്ചുകൊണ്ട് നടക്കുന്നവരില്ലയോ, മടിയില്ലാതെ ഉളുപ്പില്ലാതെ നാണമില്ലാതെ പരപുരുഷന്മാർക്ക് മുന്നിൽ ലെഗിൻസ് പോലെയുള്ളതാകുന്ന ടൈറ്റായ വസ്ത്രങ്ങൾ ധരിച്ച് മോശപ്പെട്ടതാകുന്ന രീതിയിൽ നടക്കുന്നതായ സഹോദരിമാര് ഈ സമൂഹം കാണുന്നില്ലയോ, ദർശിക്കുന്നില്ലയോ? പുരുഷന്റെ വസ്ത്രവിധാനമാണ് നെരിയാണിക്ക് മുകളിലേക്ക് വസ്ത്രം ധരിക്കൽ, മോശപ്പെട്ട വസ്ത്രവിധാനം എടുത്ത് 3/4 പോലെയുള്ള വസ്ത്രം ഇട്ടുകൊണ്ട് നടക്കുന്ന മുസ്ലിം അംഗമാരില്ലയോ, ചെറുപ്പക്കാരികളില്ലയോ? ആദരവായ പ്രവാചകർ ശപിച്ച വിഭാഗമാണ്, അല്ലാഹുവിന്റെ റസൂൽ ശപിച്ച വിഭാഗമാണ്. വൽ മർഅത്തല്ലതി തൽബസു ലിബ്സതർ റജുലി, പുരുഷന്റെ വസ്ത്രവിധാനം നടത്തുന്ന സ്ത്രീയെയും സ്ത്രീയുടെ വസ്ത്രവിധാനം നടത്തുന്ന പുരുഷനെയും മുത്തുനബി ശപിച്ചിട്ടുണ്ട് എന്ന് സ്വഹാബ റളിയല്ലാഹു അൻഹു. ജീവിതത്തിൽ ഒരാളോടും മോശമായ ഒരു വാക്ക് പോലും പറയാത്ത നബിതങ്ങളാണ് ശപിച്ചതെന്ന് ചിന്തിക്കണം. അപ്പോഴാണ് അതിന്റെ ആഴം മനസ്സിലാകുക. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. പുരുഷന്റെ വസ്ത്രവിധാനം നടത്തുന്ന സ്ത്രീകളില്ലയോ, പുരുഷൻ ധരിക്കുന്നതായ പാൻസ് ധരിച്ചുകൊണ്ട് നടക്കുന്നവരില്ലയോ, ടൈറ്റായ ജീൻസ് ധരിച്ചുകൊണ്ട് നടക്കുന്നവരില്ലയോ, മടിയില്ലാതെ ഉളുപ്പില്ലാതെ നാണമില്ലാതെ പരപുരുഷന്മാർക്ക് മുന്നിൽ ലെഗിൻസ് പോലെയുള്ളതാകുന്ന ടൈറ്റായ വസ്ത്രങ്ങൾ ധരിച്ച് മോശപ്പെട്ടതാകുന്ന രീതിയിൽ നടക്കുന്നതായ സഹോദരിമാർ ഈ സമൂഹം കാണുന്നില്ലയോ, ദർശിക്കുന്നില്ലയോ? പുരുഷന്റെ വസ്ത്രവിധാനമാണ് നെരിയാണിക്ക് മുകളിലേക്ക് വസ്ത്രം ധരിക്കൽ, മോശപ്പെട്ട വസ്ത്രവിധാനം എടുത്ത് 3/4 പോലെയുള്ള വസ്ത്രം ഇട്ടുകൊണ്ട് നടക്കുന്ന മുസ്ലിം അംഗമാരില്ലയോ, ചെറുപ്പക്കാരികളില്ലയോ? ആദരവായ പ്രവാചകർ ശപിച്ച വിഭാഗമാണ്, അല്ലാഹുവിന്റെ റസൂൽ ശപിച്ച വിഭാഗമാണ്. വൽ മർഅത്തല്ലതി തൽബസു ലിബ്സതർ റജുലി, പുരുഷന്റെ വസ്ത്രവിധാനം നടത്തുന്ന സ്ത്രീയെയും സ്ത്രീയുടെ വസ്ത്രവിധാനം നടത്തുന്ന പുരുഷനെയും മുത്തുനബി ശപിച്ചിട്ടുണ്ട് എന്ന് സ്വഹാബ റളിയല്ലാഹു അൻഹു. ജീവിതത്തിൽ ഒരാളോടും മോശമായ ഒരു വാക്ക് പോലും പറയാത്ത നബിതങ്ങളാണ് ശപിച്ചതെന്ന് ചിന്തിക്കണം. അപ്പോഴാണ് അതിന്റെ ആഴം മനസ്സിലാകുക. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ.